ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതൽ ഇന്ത്യയെക്കുറിച്ച് അറിയാൻ പോവുകയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാകയാണ് ത്രിവർണ്ണ പതാക. ഓക്കെ, ഇത് നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ ദേശീയ പതാകയാണിത്, ത്രിവർണ്ണ പതാക. അങ്ങനെയെങ്കിൽ ദേശീയ മുദ്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്? സിംഹമുദ്രയാണ് ദേശീയ മുദ്ര എന്ന് പറയുന്നത്. ദേശീയ ഗാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ജനഗണമന പഠിച്ചതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ജനഗണമന. ഓക്കെ, ദേശീയ ഗീതം ചോദിച്ചാൽ ഏതാണ്? വന്ദേ മാതരമാണ്. അതും നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്, ഇത് വന്ദേ മാതരം. ഓക്കെ, അടുത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. നാഷണൽ പ്ലഡ്ജ് ഇന്ത്യ ഈസ് മൈ കൺട്രി. കൊച്ചിലേക്ക് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ഇന്ത്യ ഈസ് മൈ കൺട്രി. ഓക്കെ, ഈ നാഷണൽ പ്ലഡ്ജായ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഓക്കെ, ഇത് എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, പിടിമാരി വെങ്കിട്ട സുബ്ബറാവു. ഓർത്തിരിക്കുക, പിടിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ള പ്ലെഡ്ജ് എഴുതിയിരിക്കുന്നത്. ഓർത്തിരിക്കുക, തെലുങ്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, പിന്നീട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഇത് ഹിന്ദി. ഹിന്ദിയെ പറ്റി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വിശദമായി പഠിച്ചതാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഇത് ഗംഗ. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. 2008 ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. 2008 ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നു. ദേശീയ കലണ്ടർ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷമാണ് ദേശീയ കലണ്ടർ. ദേശീയ നാണയം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഏതാണ്? ഇന്ത്യൻ രൂപയാണ് ദേശീയ നാണയം എന്ന് പറയുന്നത്, ഇന്ത്യൻ രൂപയാണ്. ദേശീയ ലിപി ചോദിച്ചാൽ ദേശീയ ലിപി ഏതാണ്? ഓക്കെ, ദേവനാഗരി ലിപിയാണ്. ഹിന്ദിയൊക്കെ ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി ലിപിയാണ് ദേശീയ ലിപി എന്ന് പറയുന്നത്. ദേശീയ കായിക വിനോദം എന്ന് പറയുന്ന ഫീൽഡ് ഹോക്കിയാണ്. ഹോക്കിയാണ് ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹോക്കി വിസാഡ് എന്നറിയപ്പെടുന്ന ആരാണ്? ധ്യാൻചന്ദ് ആണ്. ധ്യാൻചന്ദ്, ഓർത്തിരിക്കുക, ധ്യാൻചന്ദ് ആണ് എന്താണ് ഹോക്കി വിസാഡ് എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭരതനാട്യമാണ് ദേശീയ നൃത്തരൂപം എന്ന് പറയുന്നത്. ദേശീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്, പഠിച്ചോണം. ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചാൽ റോയൽ ബംഗാൾ കടുവയാണ്. റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗം എന്ന് പറയുന്നത്. 1972 ഈ പറഞ്ഞ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചാൽ സിംഹമായിരുന്നു. അറിഞ്ഞിരിക്കുക, സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. 1972 വരെ സിംഹമായിരുന്നു ദേശീയ മൃഗമെന്നും അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ പൈതൃക മൃഗം ഏതെന്ന് ചോദിച്ചാൽ ആനയാണ് ദേശീയ പൈതൃക മൃഗം. ഓക്കെ, 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് നമുക്കറിയാം മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. 1963 അറിഞ്ഞിരിക്കുക, 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിക്കുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ദേശീയ വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ പേരാലാണ് ദേശീയ വൃക്ഷം. ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. ഓക്കെ, ദേശീയ പുഷ്പമാണ് താമരയാണ് ദേശീയ പുഷ്പം. ഒപ്പം തന്നെ അറിഞ്ഞിരിക്കുക, മറ്റ് 2 രാജ്യങ്ങളുടെ ദേശീയ പുഷ്പം താമരയായിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമും ഈജിപ്തും. മറന്നുപോരുത്, വിയറ്റ്നാം, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പവും ഏത് തന്നെയാണ്? താമരയാണ്. ഓക്കെ അല്ലോ. ഈ ദേശീയ ഫലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മാങ്ങയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലമാണ് ഏത്? മാങ്ങ. ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഏത്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. 2009 ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ജലജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നത്, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഇന്ത്യയിൽ ഒരേ ഒരു സിറ്റിക്ക് ഔദ്യോഗിക മൃഗമുണ്ട്. ആ സിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഗുവാഹത്തിയാണ് ആ സിറ്റി. ഓക്കെ, ആ ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗവും ഏത് തന്നെയാണ്? ഗംഗാ ഡോൾഫിനാണ് ഔദ്യോഗിക മൃഗമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഇനി ദേശീയ മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ അയക്കൂറയാണ് ദേശീയ മത്സ്യം. ഏതാണ്? അയക്കൂറയാണ് നമ്മുടെ ദേശീയ മത്സ്യം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ദേശീയ പാനീയം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചായയാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം. നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാനമായ കൂടുതൽ വിവരങ്ങളാണ് പഠിച്ചത്. ദേശീയ പക്ഷി, ദേശീയ മൃഗമൊക്കെ കൂട്ടി പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക്